വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെ ഏത് ഭാഗം വായിച്ചാലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദൈവം നമ്മോട് എപ്പോഴും സംസാരിക്കാറുണ്ട്. God speaks to us from any and every portion of the 66 books of the Bible. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്നത് 4-ാമത്തെ അധ്യായത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ്. Today, the Holy Spirit wants to speak to us about few verses in chapter 4 of 1 Thessalonians. ഈ ഭാഗത്തിലെ എല്ലാ ഭാഗവും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. I am not planning to go through every verse and explain everything. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. If you look at verse 3, it says that, for this is the will of God, your sanctification. പൗലോസ് ഈ ഭാഗം എഴുതുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, the one important thing we need to understand about Paul while he was writing this portion, ഇതിന്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ്. the first verse of this chapter is starting saying, finally brethren. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസ് ഇത് എഴുതി അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. So that doesn't mean Paul is trying to conclude this. പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഒടുവിൽ സഹോദരന്മാരെ. The word finally is used here for Paul to convey a very important thing. മറ്റു ചില ഭാഗങ്ങളിൽ കൂടെ പൗലോസ് ഇതേ ആശയം ഉപയോഗിക്കുന്നുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ, അത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. There are other portions in the scriptures where Paul is using this usage saying, finally brethren. What he is trying to do is to convey an important message. ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ ഹിതം ഇനി പറയാൻ പോകുന്നതാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. What Paul meant here is, finally brethren, I am going to talk about the will of God. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അല്പം കൂടെ സ്ട്രെസ് ചെയ്ത് ഉറപ്പിച്ച് പറയാനാണ് ഇവിടെ പൗലോസ് ശ്രമിക്കുന്നത്. So what Paul is trying to do is emphasize the fact, what is the will of God? എന്താണ് അവിടെ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്? So what exactly is Paul is trying to say here, which is the will of God? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. That is your sanctification. പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ആശയം അവിടെയുണ്ട്. There is something which could be misunderstood in this portion. ദൈവഹിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള കാര്യം ശുദ്ധീകരണമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. Sometimes we can think that the totality of the will of God is your sanctification, but that is not exactly what he is saying here. എന്നാൽ ഇവിടെ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So what Paul is trying to say is the theme of sanctification is a very important thing. ശുദ്ധീകരണം എന്നുള്ള ആ വാതിലിലൂടെ പ്രവേശിക്കാത്തവർക്ക് മറ്റനേക ദൈവഹിതങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. If you really have not gone through the sanctification, you will not be able to walk in the will of God in many areas of your life. അപ്പോൾ ദൈവഹിതം എന്നുള്ള ഇവിടെ പറയുന്ന ശുദ്ധീകരണം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പൗലോസ് പറയുന്നത്. So what Paul is trying to convey is sanctification is the basic thing of Christianity. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വളരെ ശ്രദ്ധിക്കുക. Remember, just listen to what I am going to say next. ശുദ്ധീകരണം സമം എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. What does sanctification means? 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് എന്ന് പറഞ്ഞ് വിവരിക്കുകയാണ്. So what exactly is the sanctification Paul is talking about here? It says in the last portion of the verse that you should abstain from sexual immorality. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടെ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. We may wonder, we may question something while we hear this. അപ്പൊ ഞങ്ങളൊക്കെ കുഴപ്പക്കാരല്ലേ? So we are all having trouble in this area. അതുകൊണ്ടായിരിക്കും ഈ ഭാഗം ഇങ്ങനെ പറയുന്നത്. Maybe that is the reason we are preaching about this. അങ്ങനെയല്ല. There is nothing like that. അതിന് ആദ്യത്തെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ്, ഉത്സാഹിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ നടക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്, അതിൽ വീണ്ടും ഉത്സാഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് പറയുന്നത്. So what Paul is emphasizing here is he is exhorting the brethren at Thessalonica, saying that you need to
have the sanctification in your body. ആ ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. കുഴപ്പക്കാരായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾ അനുസരിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. ഇനിയും അതിൽ വർദ്ധിച്ചു വരാൻ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണേ എന്ന് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. So what Paul is saying is that he is not saying that you are going in the bad direction. He is saying that you should abound more in the things you do, and this is one of the areas you need to strengthen yourself. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്, കേരളത്തിൽ നിന്ന് ഒരു ഇവാഞ്ചലിസ്റ്റ് വന്ന് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അതല്ല. പക്ഷേ അതിൽ എക്സൽ ചെയ്യാൻ, അതിൽ അല്പം കൂടെ ഉയർന്നു വരാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവാത്മാവ് ഇന്ന് നമ്മോട് രാത്രി പറയുന്നത്. So I don't want you brethren to misunderstand me, because I mean brother doesn't know any of you here, so I am not talking about anything about your life, but I am encouraging you to excel in a Christian life. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ദുർനടപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. The most important thing is abstain from sexual immorality. എന്തോ കാരണം എന്നറിയാമോ? What is the reason? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ 1 Corinthians 6:18 അവിടെ പറയുന്നത് മറ്റെല്ലാ പാപങ്ങളും പുറത്തുള്ള കാര്യങ്ങളാണ്, പക്ഷേ ദുർനടപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഉള്ളിൽ നിങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന, തകർക്കുന്ന ഒരു പാപമാണത്. 1 Corinthians chapter 6 verse 18 reads, "Flee sexual immorality. Every sin that a man does is outside the body, but he who commits sexual immorality sins against his own body." അപ്പോൾ പൗലോസ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. So I hope you understand the seriousness of what Paul is trying to convey here. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നല്ലതാണ്, അതിൽ വർദ്ധിച്ചു വരണം. You are living a good life, that is good. I want you to abound in that. എന്നാൽ ഈ വിഷയത്തിൽ അവസാനമായി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ശക്തിയുള്ള പാപമാണ്. But you also need to give much importance in this specific area, because that can really destroy you. 15 വയസ്സായപ്പോൾ എനിക്ക് 1-2 മുടി ഇങ്ങനെ നരച്ചു. When I was 15-year-old, I had a few gray hairs. അപ്പോൾ ഈ നല്ല കറുത്ത മുടിയാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം എന്ന് നാട്ടിലുള്ളവർ ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. A lot of people back home, back in India, think black hair is the sign of a healthy hair. അപ്പോൾ ഞാൻ ഈ ടീനേജ് സമയമാണല്ലോ, അപ്പോൾ ഞാൻ ഈ 2 വെള്ള മുടി ഇങ്ങനെ പിഴുതെടുത്ത് കളഞ്ഞു. So during my teenage years, I pulled those 2 gray hair. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം ഇങ്ങനെ വെള്ള ഹെയർ വരാൻ തുടങ്ങി. Within 2 months, more gray hair started growing around. I learned a great lesson. I learned a lesson. ഞാൻ നല്ലൊരു പാഠം പഠിച്ചു. Yeah. ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. That is what God taught me. ഓരോ മുടിയും ദൈവത്തിനുള്ളതാണ്. Every hair on your head is God's. Not belongs to you. നിങ്ങൾക്കുള്ളതല്ല. It doesn't belong to you. നീ പിഴുതെടുത്തു. Why did you pull it out? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അതറിയാം. We all know that when we are born again, we have completely committed our body to Christ. ഇവിടെ പൗലോസ് പറയുന്ന ഈ പാപം ഒരു വ്യക്തി ചെയ്യുമ്പോൾ, ഒരു വ്യക്തി അതിൽ എന്റർടൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ മുഴുകുമ്പോൾ, ആ വ്യക്തി ദൈവത്തിന്റെ ശരീരത്തിനെതിരെയാണ് പാപം ചെയ്യുന്നത്. So what Paul is saying here is, when you are involved in sexual immorality, you are sinning against the body of Christ. എന്റെ തലമുടി മാത്രമല്ല, എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു ഞാൻ. It is not just my hair, my whole body is committed to Christ. അതുകൊണ്ട് പൗലോസ് എടുത്തു പറയുകയാണ്, അവസാനമായിട്ട് ഒടുവിൽ സഹോദരന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. That's why Paul is saying, brethren, finally, that means this is the most important thing. I'm telling you this, that you should be very careful in this. ഇത് നമ്മുടെ ശരീരത്തിനെതിരെ മാത്രം ചെയ്യുന്ന പാപമല്ല, ഇത് ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയ്ക്കെതിരെയുള്ള
ഒരു കൊടും പാപം കൂടെയാണ്. A sexual immorality is not just a sin committed against our own body, but that is a sin committed against the body of Christ. നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ട്, നമുക്കതറിയാം. There are several countries around India who are looking for an opportunity to attack India. ഇന്ത്യയുടെ മിലിറ്ററി വളരെ ജാഗരൂകരായി ഇന്ത്യയെ സംരക്ഷിക്കുന്നുണ്ട്. The Indian military should be always vigilant protecting the country. പക്ഷെ ഇന്ത്യയുടെ മിലിറ്ററി പോലും പരാജയപ്പെട്ടു പോയ ഒറ്റ സംഗതിയുള്ളൂ. But even Indian military had failed at one time. ഇന്ത്യക്കകത്തുള്ളവർ ഇന്ത്യയെ ടെററിസത്തിലൂടെ ആക്രമിച്ചപ്പോൾ. That happened when people inside India attacked India through terrorism. ഏറ്റവും അപകടമുള്ള ആക്രമണം ഏതാ? What is the most the dangerous attack? പുറത്തുനിന്നുള്ളതാണോ അകത്തുനിന്നുള്ളതാണോ? Is it an attack from outside or is it an attack from inside? പൗലോസ് അതുകൊണ്ട് എടുത്തു പറയുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. That is why Paul is emphasizing that this is very important. അപ്പോൾ എന്താണ് ദൈവഹിതം എന്ന് ഇവിടെ പറയുന്നത്? So here Paul is saying, what is the will of God? ദുർനടപ്പ് വിട്ടൊഴിയുക. Abstain from sexual immorality. വിട്ടൊഴിയുക എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. There is a chance we misunderstand the word abstain. വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നാണ്. The word abstain means you move far away from it. ഫൈറ്റ് ചെയ്യാനല്ല. It's not something which says you go and fight with it. നേരിടാനല്ല. It is not something you face it. ആക്രമിച്ചോളാനല്ല പറയുന്നത്. It's not something you attack. ഈ വിഷയത്തിൽ ദൈവം പറയുകയാണ് ഒഴിഞ്ഞു മാറിക്കോ, ദൂരെ മാറിക്കോ എന്നുള്ള ആശയമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The meaning used here is, in this particular instance, you need to run away from it. അപ്പോൾ ഈ ഗണത്തിൽപ്പെടുന്ന ഏത് പാപവും നാം ഒഴിഞ്ഞു നിൽക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. So what God expects from us is, any sin in connection with sexual immorality, we need to read this. വ്യക്തിപരമായിട്ട് ഇതുവരെ എനിക്ക് ഇത് ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. I never understood this words like this before. എന്തോന്ന് പറയുമ്പോ ശ്രദ്ധിച്ചു കേട്ടോണം. I'm going to tell you, listen to it. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ സർവായുധ വർഗം ധരിച്ച് പിശാചിനെ നേരിടാനാ പറയുന്നത്. In Ephesians, we say, it says that we need to face the devil wearing the armor of life. യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നത് പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. In the book of James, it says you face, you resist the devil and the devil will run away. അപ്പോൾ ശ്രദ്ധിച്ചോണം, വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ നേരിടുക, ആക്രമിക്കുക, അവരോടിപ്പോകും, അങ്ങനെ നേരിടാൻ ധൈര്യത്തോടെ നിൽക്കാൻ ആ പല ഭാഗങ്ങളിൽ പറയുന്നത്. In different portions of the scriptures, it talks about you face the devil, you resist the devil, those kind of things are said like that. ഈ ഗണത്തിൽപ്പെടുന്ന പാപം മാത്രമേ ഉള്ളൂ നമ്മോട് പറയുന്ന ഓടിക്കളയാൻ. But this is the only type of sin we are asked to run away. ഓടിക്കളഞ്ഞ ആരെങ്കിലും ജയിക്കുമോ? If you run away, do we win that fight? ഞാൻ പറയുന്നത് ജയിക്കും. What I am saying is you will. രണ്ട് രീതിയിൽ ഒരാൾക്ക് ജയിക്കാൻ സാധിക്കും. There are two ways you can win that fight. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ റെസിൽ ചെയ്യണം, ആക്രമിക്കണം, ധൈര്യത്തോടെ നിൽക്കണം, ഓടരുത്, ധൈര്യത്തോടെ നിൽക്കണം, ആക്രമിക്കണം. In all other situations, we are asked to face it, to fight it, to resist it, and all those things. ഒരു കള്ളൻ വീട്ടിൽ വന്നാൽ നമ്മൾ വീടിനിറങ്ങി ഓടിക്കളയത്തില്ല. If a thief gets into the house, you don't run away from the house. നമ്മൾ എങ്ങനെയെങ്കിലും ആക്രമിച്ച് കീഴടക്കാൻ നിൽക്കും. We try to face the thief and try to subdue him. പക്ഷെ സുനാമി വരികയാണെന്ന് വിചാരിക്കും. Say there is a tsunami. ഞാൻ ആക്രമിക്കും, വരട്ടെ. If you take the attitude that I am going to face the tsunami. ഓടിയാൽ ജീവൻ രക്ഷപ്പെടും. If you run away, your life would be saved. അപ്പോൾ ഓടിയാൽ നമ്മൾ വിജയിക്കും.
So we will win if we run away from certain sins. വോൾക്കാനോ വരികയാണ്, വോൾക്കാൻ. If there is a volcano eruption, നമ്മൾ പറയാം ഞാൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല, ഞാനിവിടെ നിൽക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. so if you say that I know everything about all the chemistry, everything, and I am not scared, I am going to just stand here, You will lose it. then you will die. നമുക്ക് നഷ്ടമാകും. We will lose it. അപ്പൊ ഓടുന്നതിലൂടെ വിജയിക്കാൻ പറ്റും. So, but there is also, you can win if you run in certain kind of situation. വേദപുസ്തകത്തിൽ ഓടാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, അത് ഈ ഗണത്തിൽപ്പെടുന്ന പാപങ്ങളിൽ നിന്നാണ്. The only place the scripture teaches us to run away from is the sin connected with sexual immorality. ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം. I am going to turn your attention to 1 Corinthians chapter 6, അതിന്റെ 18-ാമത്തെ വാക്യം. verse 16. 18 is the verse we just read. 18. അതെ അതെ അതെ. Flee sexual immorality. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. Flee sexual immorality. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് റൺ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി എന്നതാണ്. ഓടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. In New Living Translation, it says you run from sexual immorality. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് കീപ് ഓൺ റണ്ണിങ് ഫ്രം. In a different version, it says keep on running from. എല്ലാത്തിലും എനിക്ക് വളരെ രസകരമായിട്ട് എല്ലായിടത്തും പറയുന്നു ഓടിക്കൊണ്ടേയിരിക്കുക, നിൽക്കുക പോലും ചെയ്യരുത്, നോക്കുക പോലും ചെയ്യരുത്. ഇത് എന്തോ പരിപാടിയെന്ന് നമ്മൾ അവിടെ നിന്ന് അളന്ന് പരിശോധിക്കാനൊന്നും നിൽക്കരുത്. ഇതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലോട്ട് വന്ന ഓടിക്കൊള്ളണം. So in all this translation, what it says is when you come to sexual immorality, don't even try to stay there and try to justify or try to reason. You run away from it. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തെന്നറിയാമോ? You know what is the biggest technique Satan uses? പിശാച് പറയും, എടാ നീ പോയി ഇവാഞ്ചലൈസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. Satan will tell you, you can go and do your evangelism. അങ്ങനെയും ആളുകളെ സുവിശേഷത്തില് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. I mean, that is the way you can bring people to the gospel. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും അനേക യൗവനക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ആരും ഇത്തരം തെറ്റായ ആഗ്രഹത്തോടുകൂടെ സമീപിച്ച ആളെ സുവിശേഷീകരിച്ചതായിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. I have done a lot of counseling among the youngsters, but I never have heard that somebody who has approached this in the wrong way has been brought to Christ. പക്ഷേ നേരെ തിരിച്ചു പലതും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. But it may happen the other way. സുവിശേഷം പറഞ്ഞ ആള് അങ്ങോട്ട് പോയതായിട്ട് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. There are a lot of cases where somebody who goes to a bad situation and try to share the gospel and they get trapped in that bad situation. ഇവിടെ സഹോദരി സഹോദരന്മാരെ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കത്തില്ല. Brothers and sisters, this is a place we should not be even standing. കാരണം ഇത് കുടുംബങ്ങളെ ആക്രമിച്ച പാവമാണ്. And this is a sin which have attacked families. അനേക വ്യക്തിബന്ധങ്ങളെ തകർത്തിട്ടുള്ള ഏറ്റവും ഘോരമായ ഒരു പാപം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. This is one of the most dangerous sin which has spoiled a lot of relationship. മാതാപിതാക്കന്മാരെ മക്കളിൽ നിന്ന് അകറ്റിയ സഭകളിൽ വിഷയമുണ്ടാക്കിയ ഒരു മഹാഭാവം എന്നുള്ളത് ഇതാണ്. This is a sin which had split the families and has caused issues in the assemblies. സഹോദരീസന്മാരെ ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിന്റെ ഹിതമാണ് നാം ഇതിൽ നിന്ന് വിട്ടൊഴിയണമെന്നുള്ളത്. Brothers and sisters, this is the will of God that we abstain from sexual immorality. ഈ വില്ലും മൈൻഡും ഒക്കെ ഒരാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. The will and the mind is connected to the individuality of a person. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹമുണ്ട് നമ്മളെക്കുറിച്ച്. The God in heaven has a desire in his heart for us. എൻ്റെ മകൻ എൻ്റെ മകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. This is the desire of our God, that
my son, my daughter should abstain from this kind of sin. പിതാവ് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിക്കാം, പിതാവ് ജോലിക്ക് പോകുന്നു, മമ്മി മോളെ വിളിച്ച് പറയാണ്, മോളെ നിന്റെ പപ്പയ്ക്ക് നിന്നെക്കുറിച്ച് നല്ലൊരു ആഗ്രഹമുണ്ട്. Let's look at a situation where the father is going home and the mom calls her daughter and say, daughter, your dad has a desire for you. നിന്റെ പപ്പയുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്തെന്നറിയാമോ? നീ നല്ലൊരു എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം. You know what is the desire in your dad's heart, that you become a good engineer or a professional? ഉടനെ മോള് പറയാണ്, വല്ലതും പറഞ്ഞോണ്ട് പോട്ടെ, എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ എന്റെ വഴിക്ക് പോകാൻ പോവുക. See, the daughter says, no, I don't care, he can say whatever he wants, I am going to do what I am going to do. ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും? പിതാവ് ഇത് കേൾക്കുന്നോന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പിതാവ് മമ്മിക്ക് ഇത് കേൾക്കുമ്പോൾ എന്തോ തോന്നുന്നു? So just imagine a situation how bad the mom feels, and just imagine how bad the dad will feel when he realizes that. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പൗലോസ് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും പരമപ്രധാന ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോ, ഓ എനിക്കിതിൽ വലിയ കാര്യമൊന്നുമില്ല. See, this is the desire of God's heart that Paul has written down and given to us, that this is the will of God. So we should take it very, very seriously. പ്രിയ സഹോദരീസഹോദരന്മാരെ, പൗലോസ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഇതിൽ നിന്ന് ഓടുക തന്നെ ചെയ്യണം. Brothers and sisters, what Paul is telling is we need to run away from this sexual immorality. പലരും പറയാറുള്ളത്, ഞാനൊരു ബൗണ്ടറി ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കടക്കത്തില്ലെന്നേ ഉള്ളൂ. You can hear a lot of people say, well, I have put a boundary or a fence around and I am not going to cross that boundary. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠന മേഖലയിൽ എവിടെ ആയിരുന്നാലും ബൗണ്ടറി വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കരുത്. So you may think that you have drawn a line around you and you will never cross that line, maybe in your workplace or maybe in your school or wherever it is. നിങ്ങൾ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അടുത്തുവരെ പോകുന്നുണ്ട്. You may not cross that boundary, but you may get very close to that boundary. ഇന്ത്യ പാകിസ്ഥാന്റെ ബൗണ്ടറിയിൽ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. I have gone to the India-Pakistan boundary once. പക്ഷെ അത് ആക്ച്വലി അത് ബൗണ്ടറി അല്ല. In reality, that is not the boundary. ബൗണ്ടറിയിൽ നിന്ന് വളരെ ദൂരെ ഒരു സ്ഥലം വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. I mean, we are allowed to go only to a place which is further away from the real boundary. എന്നിട്ട് അവിടുത്തെ പട്ടാളക്കാർ പറയും, ദേ അങ്ങ് കാണുന്നില്ല, അതാ ബൗണ്ടറി, പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല. And the soldiers will make you stand here and point to that thing and see that boundary is all the way there, but you cannot go there. നമ്മൾ പറയാം, അതെ ഞാൻ ബൗണ്ടറി കടക്കത്തില്ല, എനിക്ക് അതുവരെ ഒന്ന് പോയി ഇങ്ങനെ കാലിങ്ങനെ വയ്ക്കണം. So what if we say that, no, I am not going to cross the boundary, but can I go all the way to that boundary line and just put my step on the other side? അവസാനത്തെ കാലുവയ്പായിരിക്കും അത്. That would be your last stepping into the other place. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നല്ല ഇത്ര വർഷമായിട്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഴാനൊന്നും പോകുന്നില്ല. I have been born again and baptized and I have been like this for so many years. I am not going to fall into that sin. സൗരന്മാരെ, ഈ പാപത്തിന്റെ സ്വഭാവമുള്ള ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടോ അതിൽ നിന്നെല്ലാം ഓടാൻ ദൈവം നമ്മെ പ്രതീക്ഷിക്കുകയാണ്. Brothers and sisters, we should stay away from anything related to this particular sin of sexual immorality. ശാരീരികമായിട്ടുള്ള ആ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ പാപം എന്ന് ചിന്തിക്കരുത്. Don't think that sexual immorality deals only with the physical act or physical sin. ഇതിന്റെ സാധ്യതയുള്ള ഏതെല്ലാം മേഖലകൾ നമുക്ക് ചുറ്റുമുണ്ടോ അത് മനസ്സിലാക്കാൻ ദൈവം കഴിവ് തന്നിട്ടുള്ളത് കൊണ്ട് ഓടാനും നാം ഇടയാകണം. We should look at every situation which can lead to this particular sin and abstain from it and flee away from it. പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് സംഭവത്തിലേക്ക് പെട്ടെന്ന് പോയി ഞാൻ അവസാനിപ്പിക്കാമെന്ന് ശ്രമിക്കുകയാണ്. We will go to a couple of instances in the Old Testament and we can close there. ഉൽപ്പത്തി പുസ്തകം 39. Genesis chapter 39. മുപ്പത്തിയൊൻപതാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് യോസേഫിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. In chapter 39 it talks about Joseph. യോസേഫ്
വളരെ കാണാൻ കൊള്ളാവുന്ന ആളായിരുന്നു. Joseph was a very handsome man. 7-ാമത്തെ വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട്. It talks about that in verse 7. ഇനി വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മൾ യോസേഫിന്റെ കാലത്താണ് ജീവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക തൽക്കാലത്തേക്ക്. Just focus your attention and try to visualize yourself. You are living in the time of Joseph. യോസേഫ് ഈ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നുപോയിട്ട് നമ്മളെ കാണുകയാണ്. If Joseph has gone through, just visualize a situation that Joseph, after going through all the situation, he is meeting us. ഇത് കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. I'm going to ask you a question after this. അപ്പൊ യോസേഫ് ഇങ്ങനെ ഓടി വിഷമിച്ച് ഇങ്ങനെ വരികയാണ്. Joseph is running away and he's running and close and running towards you. അപ്പൊ യോസേഫിനോട്, യോസേഫ് എന്ത് പറ്റി, ഓടി ക്ഷീണിച്ചു വരികയാണല്ലോ, എന്തോ പറ്റി? So you ask him, Joseph, what happened? You seems to be running in a hurry. ഉടനെ യോസേഫ് പറയുകയാണ്, And then Joseph replies, ഞാൻ പോത്തിഫറിന്റെ വീട്ടിൽ വേല ചെയ്യായിരുന്നു. you know, I was working at Potiphar's house. അപ്പോൾ അവിടുത്തെ പോത്തിഫറിന്റെ ഭാര്യ And you know, Potiphar's wife, എന്നോട് തെറ്റായി സമീപിച്ചു. and she behaved to me in a bad way. ശ്രദ്ധിച്ചോണം. When you listen. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, അപ്പൊ നീ എന്തോ ചെയ്തു? So what did you do then? നമുക്ക് ആ വാക്യത്തിലോട്ട് കടന്നു വരാം. അതിന്റെ 7. Let's read verse 7 of chapter 39 of Genesis. And it came to pass after these things that his master's wife cast longing eyes on Joseph. And she said, lie with me. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ അപ്പൊ നീ എന്തോ ചെയ്തു യോസേഫേ? So we ask him the question, so what did you do? അപ്പൊ യോസേഫ് എന്തോ പറയും? And what would Joseph say at that time? എന്തോ പറയും? What would he say? ഞാൻ ഒരു അരമണിക്കൂർ ഒരു ബൈബിൾ ക്ലാസ് അങ്ങ് എടുത്തു. I went to the scriptures and taught her for half an hour. സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു, You know what I said? ദൈവത്തിനെതിരെ പാപം എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ എന്നൊക്കെ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. I talked about the holiness of God. I tried to convey to her why it's a sinful thing and talk about the holiness of God. ഞാൻ പറയുന്നത് ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഉടനെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, എന്നിട്ട് പുള്ളിക്കാരി മാനസാന്തരപ്പെട്ടോ? When we ask the question, did she get saved because of that? ആ പാപത്തിൽ നിന്ന് മാറി യോസേഫിന്റെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചോ? Did she confess her sin and did she listen to you? അടുത്തത് 10-ാമത്തെ വാക്യം. Let's read verse 10. ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോ, So it is the next day after the Bible class. Verse 10 reads, So it was as she spoke to Joseph day by day that he did not heed her to lie with her or to be with her. ഇതെല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, മനസാന്തരപ്പെട്ടില്ലല്ലേ? മാനസാന്തരപ്പെട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും എന്നെ ശല്യപ്പെടുത്താൻ വന്നു. So you ask her, did he get saved? And Joseph answers, no, it's not just she didn't get saved, but she continued to do this every day to me. നമ്മൾ മലയാളികളായിട്ട് ന്യായമായിട്ട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, എന്തോ ചോദിക്കും? So being Malayalis, we will naturally ask this question. എന്നിട്ടും അവിടെ എങ്ങനെയാ പിടിച്ചിരുന്നേ? How did you stay there even with all these things? അപ്പൊ ഇദ്ദേഹം വീണ്ടും പറയാണ്. Then Joseph is replying. എന്നിട്ട് അവസാനമായിട്ടൊരു സംഭവം നടന്നു. And at the end something happened. എന്റെ ശരീരത്തിലുള്ള ആ ഗാർമെന്റ്സ് പുള്ളിക്കാരി പിടിച്ചു. All my clothes, she just grabbed on my clothes. ഞാൻ അവിടെ നിന്ന് ഓടി, അങ്ങനെ ഇവിടെ എത്തിയത്. I ran away from there and that's the way I am here. ഈ യോസെഫിനെ യേശു കർത്താവിന് അനുരൂപമായിട്ട് പലരും പ്രസംഗിക്കാറുണ്ട്. ഞാനതിന് ഒന്നും തെറ്റു പറയുന്നില്ല, നല്ലത് തന്നെയാണ്. We know sometimes we consider Joseph as a type of Christ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, യോസെഫ് ഈ വ്യക്തിയെ നേടിയോ? So my question to you is, did Joseph win the Potiphar's wife? നേടിയോ? ഇല്ല. 2, യോസെഫ് അവിടെ നിന്ന് എപ്പോൾ ഓടണമായിരുന്നു? So did Joseph win the soul of Potiphar's wife? No. And then the second question is, when should have Joseph ran away from that situation? ആദ്യത്തെ ദിവസത്തെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അന്ന് രാത്രി വിടണമായിരുന്നു. So the first day's Bible class, after the Bible class, Potiphar's wife didn't get saved. So Joseph should have left that time.
ഈ യോസഫ് എത്ര ദിവസം വീണ്ടും അവിടെ താമസിച്ചെന്നറിയത്തില്ല, പക്ഷെ തന്റെ ശരീരത്തിൽ തൊടുന്ന ആ സമയം വരെയും യോസഫ് അവിടെ നിന്നു. So we don't know how long Joseph stayed there, but he allowed that to continue till it came to a situation where she grabbed onto his clothes. പക്ഷെ ഒരു കാര്യം യോസഫിന്റെ ക്ലോത്ത് നഷ്ടമായി, പക്ഷെ സാക്ഷ്യം നഷ്ടമായില്ല. So we know that Joseph lost his clothes, but he didn't lose his testimony. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഇത് മണത്തറിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ സിറ്റുവേഷനിൽ തന്നെ അതിൽ നിന്നും ഓടാൻ ശ്രമിക്കേണ്ടത്. Brothers and sisters, when we are in this kind of situation, we need to sense this, and even in the first instance, we need to run away from that. നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ സഹപാഠികളാകട്ടെ, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, It doesn't matter whether it's in our work or in our school or our Facebook friends. ഇത്തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടെന്ന് മനസ്സിലായാൽ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ലേ. So if you know that some of your friends have this kind of sinful nature or tendency, it is much better to to stay away from them rather than trying to convince them not to do it. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ അതിങ്ങനെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. You may have a doubt in you, so I am going to clarify a little more. എതിർലിംഗക്കാരായ ആളുകളോട് യാതൊരു കാരണവശാലും നമ്മൾ കൺവിൻസ് ചെയ്യാൻ നിൽക്കണ്ട. If we are the people of the other sex, the opposite sex, I don't think you need to stay and try to convince them. എനിക്ക് ധാരാളം ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ എല്ലാം ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് അറിയാം. I am on Facebook, so I know what is the taste of all the friends I have with Facebook. നമുക്കെല്ലാം വിവേകം തന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ ടേസ്റ്റ് എന്താണെന്ന്, അവരെന്താണോ പോസ്റ്റ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കത്തില്ലേ? So when we start looking at what they post, you have a better idea of what the desires of the heart is. നമ്മുടെ സുഹൃത്തുക്കളുടെ വായിൽ നിന്ന് വരുന്ന തമാശകൾ ദ്വയാർത്ഥം വരുന്നതാണെങ്കിൽ അത് നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കത്തില്ലേ? So even if our friends, if we listen to the words and see even the humorous things, what comes out of that, we will be able to discern the nature. അപ്പോൾ തെറ്റായ രീതിയിലുള്ളതാണ് എൻ്റെ സുഹൃത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ കഴിയുന്നതും ഒഴിയുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ ചിലപ്പോൾ. So if you find that the words coming out of your friend's mouth is in the wrong direction, it is better to stay away from that rather than try to convince them. സോദോം ഗൊമോറയിലെ കാര്യം നമുക്കറിയാമല്ലോ എല്ലാവർക്കും. We know the story of Sodom and Gomorrah. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് അത് വിവരിക്കുന്നത്. It is in Genesis chapter 10. 19-ാമത്തെ ഭാഗം. Oh, 19. Genesis chapter 19. അവിടെ ദൂതന്മാർ വന്ന് ഇവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. We see that the angels comes and try to save them. ദൂതന്മാരെന്തോ പറയുന്നത്? What did the angels say? ഇവിടെ നിന്ന് നിങ്ങൾ ഓടണം. What did the angels say? You run away from here. നിങ്ങൾ ഇവിടെ നിന്ന് ഓടണം. You need to run away from this situation. ഈവൻ ദൂതന്മാർക്ക് പോലും അവരോട് പോയി എല്ലാവരും വന്നിരുന്ന ഇന്നൊരു മോറൽ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോവുക. You know, the angels didn't have a moral class to those people. ഒന്ന് ആലോചിച്ച് നോക്കി, ദൂതന്മാർക്ക് പോലും ഈ വിഷയത്തിൽ അവിടെ നിൽക്കാൻ പേടിയായി. So just remember that in this situation, in this particular instance, even the angels didn't want to stay. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിത് പറയുന്നത്. I am trying to say this to convey a very important thing. പ്രിയ സഹോദരീസന്മാരെ, എന്റെയും നിങ്ങളുടെയും ശരീരം ഇത്തരത്തിലുള്ള മോഹങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള ശരീരമാണ്. Brothers and sisters, as long as we live in this flesh, there is a possibility that we are being attracted to this kind of situation. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ഓടി മാറുക എന്നുള്ളത് മാത്രമാണ്. So since it is that kind of situation, the best thing you can do is to flee from this kind of situation. ഭാര്യ ഭർത്താക്കന്മാരോടും എല്ലാ പ്രായക്കാരോടും ഞാൻ പറയട്ടെ,
Let me talk to husbands and wives and also to all people of all ages. അനേകർ ചിന്തിക്കുന്നത് A lot of people think ഇത് യൗവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമെന്നാണ്. that this problem only applies to younger people. അല്ല. That's not true. തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം, If you turn to 2 Timothy, രണ്ടാം അധ്യായം, the second chapter, sorry, രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 2 Timothy chapter 2, 22 വാക്യം ഒന്ന് വായിക്കാമോ? verse 22 reads, "Flee also youthful lust, but pursue righteousness, faith, love, peace, with those who call on the Lord out of a pure heart." യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ അവിടെ പൗലോസ് പറയുകയാണ്. Flee also youthful lust. ശ്രദ്ധിച്ചു കേൾക്കുക. Just give attention. നമ്മൾ ഏത് പ്രായക്കാരായിരുന്നാലും Even if what age you are, യൗവനമോഹങ്ങൾ നമ്മെ അലട്ടുന്നുവെങ്കിൽ നമ്മൾ ആത്മീകമായ യൗവനക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്, മെച്ചോർഡ് അല്ല. regardless of how old you are, if the youthful lust is causing problem in your life, you should be considered yourself as young spiritually. You are not matured enough spiritually. ഈ വിഷയം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ നാം വിജയം പ്രാപിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. This is one of the basic things of a saved person. So that's the reason God wants us to win in this particular case. ഈ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ച് ജീവിക്കുന്ന ഒരു തരം പഠിപ്പിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. There is a teaching which talks about full holiness. ഞാൻ അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. I am not talking about that. Don't misunderstand me. നമുക്ക് കള്ളം പറയാതെ ജീവിക്കാൻ പറ്റുമോ? Can we live without saying a lie? വല്ലാത്ത ചോദ്യമായിട്ട്. That's a very difficult question. ഞാൻ ഈ ചോദ്യം ഒരിക്കൽ ഒരു CSI സഭയിൽ പോയപ്പോൾ പ്രസംഗിക്കാൻ പോയപ്പോൾ ചോദിച്ചു. I asked this question when I went to preach in a CSI church. അപ്പോൾ ഫ്രണ്ടിലിരുന്ന് അച്ഛൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ അങ്ങനെ പറ്റത്തൊന്നുമില്ല. The priest who was sitting in the front, he got up and said, "No, I don't think it's going to be like that." നമ്മളെന്തോ ചിന്തിക്കുന്നു? What do you think? ഒരു ഉദാഹരണം പറയാം, അപ്പോൾ മനസ്സിലാവും. I'm going to say it through an example. അവിടെ ഒരു മോനിരിക്കുകയാണ്. മോൻ എത്ര വയസ്സായി? ആ മോന് അവിടെ ഇരിക്കുന്നു. ദേ ഫ്രണ്ടിൽ പച്ച. Yes. How old are you? Who is that? Yes. Nathan. 5 2 7. Okay, 7. 7-year-old. അപ്പോൾ 7 വയസ്സായ മോനോട് So I am asking the 7-year-old child. ആ മോന്റെ പപ്പ പറയുകയാണ്, His dad is telling him, ഈ ഇവിടെ ഇരിക്കുന്ന ഈ പോഡിയം, this podium, ഇവിടെ നിന്ന് മാറ്റി അവിടെ കൊണ്ടുവയ്ക്കണം. can you move this, Nathan, from here to there? ഉടനെ ആ മോൻ പപ്പയുടെ മുഖത്തോട്ടൊരു നോട്ടം. And Nathan will look at his dad. He will show like this. പപ്പയ്ക്ക് അറിയത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. Don't you know, Dad, that I won't be able to do that? ആ മകൻ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുന്നില്ല. He is not moving this podium from here to there. ആ മകൻ മാറ്റുന്നില്ല. അപ്പൊ ആരുടെ കുഴപ്പമാണ്? So whose problem is that if Nathan cannot move this? ആരുടെ കുഴപ്പം? Whose problem is this? എന്നാലോചിച്ച് പറഞ്ഞേ, മകന്റെ കുഴപ്പമാണോ പപ്പയുടെ കുഴപ്പമാണോ? Is it the problem of Nathan or his dad? Come on. പപ്പയുടെ കുഴപ്പം. പപ്പയ്ക്ക് അറിയത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. I mean, won't my dad know that I am not strong enough to move this podium? ഈ കൽപ്പന പ്രമാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പപ്പയ്ക്ക് അറിയത്തില്ലേ? പപ്പ ഇത്രയും മെച്ചോർഡായില്ലേ, വലിയ ആളല്ലേ, പപ്പയ്ക്ക് അറിയത്തില്ലേ? Dad, don't you know that I cannot do this? Aren't you mature enough to know this? പപ്പ മറ്റൊരു കാര്യം പറയുകയാണ്. And the dad tells him something else. പപ്പയുടെ ബൈബിൾ അവിടെ ഇരിക്കുകയാണ്. My dad's Bible is over there. അപ്പോൾ പപ്പ പറയണം, നെയ്തൻ ആ ബൈബിൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. Hey Nathan, can you bring that Bible to me? നെയ്തൻ കൊണ്ടുവരുന്നില്ല. If Nathan doesn't bring it, അപ്പൊ ആരുടെ കുഴപ്പം? then whose problem is that? നെയ്തന്റെ കുഴപ്പം. That is Nathan's problem. എന്തുകൊണ്ട്? Why is that?
പപ്പയ്ക്കറിയാം നെയ്തന് അത് അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. Because the dad knows Nathan is strong enough to take the Bible and bring it here. ഇനി ഉത്തരം പറഞ്ഞേ, കള്ളം പറയാതെ ജീവിക്കാൻ പറ്റുമോ? Now you answer the question. Can you live without saying a lie? എന്നാൽ സംശയ ഇതാ പിശാചിന്റെ പണി. That is സ്വർഗത്തിലെ സർവജ്ഞാനിക്ക് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടു തന്നിരിക്കുന്നത്. the God of heaven, the all-knowing God. He has written in the scriptures only the things he knows that we can do. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയത്തില്ലേ? Don't our God know that we can live in holiness? അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. That is the reason God has given the Holy Spirit and the scriptures to us. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ദൈവം പ്രതീക്ഷിച്ച് നമുക്ക് ഈ അവസരം ഒരുക്കുമ്പോൾ പിശാച് എന്ന് പറയാണ് ഇതൊന്നും പറ്റത്തില്ല. See, God knowing that we are able to do this, to live in holiness, knowing that, but then Satan comes and tells you that you are not able to do that. പ്രിയ സഹോദരീസഹോദരന്മാരെ, Brothers and sisters, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. we can live in holiness as God desires. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടോടാനായിട്ട്. And God desires that we flee away from this kind of situation. ഈ വിഷയത്തിൽ നിന്നും വിട്ടോടുക, ഇത്രയും സമയം വിട്ടോടാൻ പറഞ്ഞു. ഇത് എങ്ങനെയാ വിട്ടോടുന്നത്? പ്രായോഗികമായിട്ട് ഇതിന് എന്തോ ചെയ്യേണ്ടത്? We heard all this time to flee away from this, but practically how are you going to do this? അതിന്റെ ഒന്നാമത്തെ കാര്യം മാത്രം ഞാൻ തുടങ്ങി വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ശ്രമിക്കുകയാണ്. എന്റെ സമയം അവസാനിക്കുന്നു. I will talk about a couple of points and I will try to wrap it up. പലപ്പോഴും പ്രായോഗികമായിട്ട് ഇതിനെന്തോ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. Many times we really don't know what we can do practically to achieve this. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ്. Let's turn to Romans chapter 12 verse 2, and that is what Paul talks about that. And Romans chapter 12 verse 2 reads, "And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God." ദൈവത്തിന്റെ മനസ്സ് ഉള്ളവരായിട്ട് തീരുക. Be conformed to be transformed by the renewing of a mind, that you may prove that is good and acceptable, the perfect. We need to conform to the will of God. ദൈവത്തിന്റെ മനസ്സുള്ളവരായിട്ട് തീരുമ്പോൾ ഈ ലോകത്തിന്റെ വിഷയത്തിലേക്ക് നാം പോകാൻ ശ്രമിക്കുകയില്ല. When we conform to the mind of God, we will not go into the situations of the world. ദൈവം യേശു കർത്താവ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? How does Jesus Christ see this situation? ഇത്തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ നമ്മുടെ മുൻപിലോട്ട് വന്ന് ചാടുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് യേശു കർത്താവായിരുന്നുവെങ്കിൽ എങ്ങനെ ഇതിനെ കാണുമായിരുന്നു? So when we are put into this kind of situation, the first thing which needs to come to our mind is, how would Christ Jesus respond to this situation? ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. We should not yield ourselves to the world system. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്നല്ല പറയേണ്ടത്. ഇന്നത്തെ കാലത്തും എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നാ പറയേണ്ടത്. Don't have the attitude that in this day and age you cannot live in holiness, but you need to have the attitude that even in this day I can live according to the will of God. ഇന്നുള്ള ഈ ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ദൈവഹിതത്തിനെതിരാണ്. The system of the world is against the will of God. യോനയോട് ദൈവം പ്രസംഗിക്കാൻ പോകാൻ പറഞ്ഞു. God told Jonah to go and preach. എന്താ പ്രസംഗിക്കാൻ പറഞ്ഞത്? What did God tell Jonah? ആർക്കെങ്കിലും അറിയാമോ? നിനവേലേക്ക് പോയിട്ട് He told him to go to Nineveh എന്നിട്ട് എന്തോ ചെയ്യണം? പ്രസംഗിക്കണം. എന്തോ പ്രസംഗിക്കണം? and told him to preach. എന്ത് വിഷയമാണ് പ്രസംഗിക്കേണ്ടത്?
What did he tell him to talk about? Come on. Come on. എന്താ പ്രസംഗിക്കണ്ടേ? എന്ത് വിഷയം പ്രസംഗിക്കണ്ടേ? What was the subject he wants? അല്ല ആദ്യത്തെ പ്രാവശ്യം അല്ല. കമോൺ. നീ നിനവയ്ക്ക് എതിരായി. You need to preach against Nineveh. മലയാളികൾക്ക് ഡാഷ് ഇട്ടാലേ പൂരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിനവയ്ക്ക് എതിരായിട്ട് പ്രസംഗിക്കണം. You need to preach against Nineveh. പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാൻ എതിരായിട്ട് പ്രസംഗിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? Can anybody go to Pakistan and preach against Pakistan? ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. Just imagine that situation. ദൈവത്തിനറിയാം യോനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന്. God knows that Jonah can do that. പക്ഷെ യോന വിചാരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. But Jonah doesn't have the confidence and he thinks he cannot do it. എടാ, ദൈവം പറയാം നിന്നെ കൊണ്ട് പറ്റും, നമ്മൾ പറയാം എന്നെ കൊണ്ട് പറ്റത്തില്ല. God says you can do it, but we ourselves saying we are not able to do it. നിങ്ങളെ കൊണ്ട് വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് ദൈവം പറയാണ്, നമ്മൾ പറയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവ്. God tells that you live in holiness, but we come around and say that we cannot live in holiness. കർത്താവേ, അങ്ങേക്ക് അറിയത്തില്ലേ ചുറ്റുപാടുമുള്ള നടക്കുന്ന കാര്യങ്ങൾ, എങ്ങനെ പറ്റും? God, don't you know what is happening around me and how can I live in holiness? അപ്പൊ കർത്താവ് തിരിച്ചു പറയാണ്, എനിക്കറിയാം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാ പറയുന്നത് ഇതിനെതിരായിട്ട് ജീവിക്കാൻ മറ്റുള്ളവർ കാണട്ടെ എന്താണ് വിശുദ്ധി എന്ന്. I know what is happening around you. That's why I am telling you that you need to live in holiness so that other people can see you. നമ്മുടെ ദൈവം എത്രയോ നല്ലവനാണെന്ന് നാം ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനെതിരായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ കാണും. So when we live against the system of the world, then others will see how good our God is. ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. The first thing we need to do is we need to transform our mind. മനസ്സിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. There are a few things talking about here. രണ്ടാമത്തെ വാക്യം Verse 2, 12:2. chapter 12, Romans chapter 12, verse 2. And do not be conformed to this world, but be transformed by renewing of your mind, that you may prove what is that good and acceptable and the perfect will of God. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കുക, ഏത് സെക്ഷുവലായിട്ടുള്ള പാപ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലോട്ടൊന്നല്ല, ആദ്യത്തെ മതിൽ പണിയേണ്ട എന്തോ മതിലെന്നറിയാമോ? ഇത് ഗുഡ് ആണോ? So the first thing you need to see is when you are confronted with a sexual sin, the first thing you need to ask yourself, is it something good? ഇതെന്റെ ആത്മീക ജീവിതത്തിന് നല്ലതാണോ? Is it something which edify your spiritual life? ഫേസ്ബുക്കിൽ ഏതെങ്കിലും ലൈക്ക് അടിക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഇതെന്റെ ആത്മീയ ജീവിതത്തിന് വല്ല നല്ലതാണോ? Before you go and like some posting in the Facebook, the first thing you need to think is it something which encourages my spiritual അല്ലെങ്കിൽ ഇത് life? അദ്ദേഹത്തിന്റെ ജീവിതത്തിന് എന്തെങ്കിലും നല്ല ഗുണം ചെയ്യുമോ? Or does it help the other person's life? ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ മരിച്ചതിന്റെ ഫോട്ടോ കണ്ടു, അതിൽ പലരും ഇങ്ങനെ ലൈക്ക് അടിച്ചിരിക്കുക. You know, sometimes you see postings of somebody passed away and then there is a lot of likes for that posting. സത്യം പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല ഇതെന്തോ പരിപാടിയെന്ന്. A lot of people doesn't know what this is. ഈ വിഷയം എന്റെ ജീവിതത്തിൽ നല്ലതാണോ? ഒന്നാമത്തെ മതിൽ. The first question you need to ask yourself is this particular thing help my spiritual growth? രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് ഇത് അക്സെപ്റ്റബിൾ ആണോ ദൈവത്തിന്? And the second question you need to ask is this acceptable to God? ഇത് നാട്ടുകാർക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നല്ല നോക്കേണ്ടത്. The question is not whether it's acceptable to the people, your friends. ഇതെന്റെ റൂംമേറ്റ്സിന് അക്സെപ്റ്റബിൾ ആണോ എന്നല്ല നോക്കേണ്ടത്. The question is not whether it's acceptable to your roommates. ഈ 21-ാം നൂറ്റാണ്ടിലെ സഭകൾക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നല്ല നോക്കേണ്ടത്. It's not that whether it's acceptable to the churches of this 21st century. എന്റെ ദൈവം ഇത് സ്വീകരിക്കുമോ? The question is it acceptable to your God? ഞാൻ ഈ രീതിയിൽ തുടരുന്നത് എന്റെ ദൈവം ഇത് സ്വീകരിക്കുന്നുണ്ടോ? Will God accept what I am doing here? മൂന്നാമത്തെ കാര്യം And the third thing അവിടെ is, എഴുതിയിരിക്കുന്നത് ഇത് പെർഫെക്റ്റ് ആണ്. and the third thing is it the perfect will of God?
പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇത് ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയല്ല. The word perfect means it has to be complete. It's not something which is partially complete or partially good. ഏതാണ്ട് കൊള്ളാമെന്നാണ് തോന്നുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. Maybe if I do it, it's okay. That's the way sometimes we think. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. Amen. If you think like that, thinking alone may not be an issue. ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. I am going to emphasize something and I am trying to stop here. നാളെ ദൈവഹിതമെങ്കിൽ ഇതിന്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. If God allows, we will continue this topic tomorrow. പല കുടുംബങ്ങളെയും കൗൺസിൽ ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. I have been counseling many families. കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖല ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് മുന്നോട്ട് പോവുക. There is one area in the life of family lives which is being misunderstood. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഈ വിഷയം കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. There are people who think that if me and my wife sit together and see something and watch something which is not acceptable, it's okay. ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്തതും Something which is not in the will of God, കാണുമ്പോ ഇത് കുടുംബജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. I mean, many times you think that this is talking about family life. ഞാൻ പറയട്ടെ, മറ്റൊരു വ്യക്തിയുടെ നഗ്നത കാണാൻ ദൈവം ആരെയും പ്രതീക്ഷിക്കുന്നില്ല. Let me emphasize this. God does not expect any of us to see the nakedness of another person. അത്തരത്തിലുള്ള പ്രോണോഗ്രാഫി പോലുള്ള വീഡിയോകൾ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഇത് കുടുംബത്തെ തന്നെ രണ്ടാക്കുന്ന കാര്യമാണ്. There are a lot of families you think if you husband and wife and sit and watch something which is sexually explicit, then it's good. But I am telling you, this will spoil your family life. ആരെങ്കിലും അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ, If there is anybody who does that or continue that, ബൈബിൾ പറയുന്നത് യൗവനത്തിലെ നിന്റെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. the scripture says that you enjoy the wife of your youth. ബ്രദറെ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല. And some people say, brother, I am not able to do that. Repent. Then the answer to that is repent. It's your fault. ഇത് നിങ്ങളുടെ കുഴപ്പം. That is your fault. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ് എൻ്റെ കുടുംബജീവിതം. എനിക്കതിൽ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. Brothers and sisters, the biggest, the best thing in your life is your family life, and if you cannot enjoy your family life, that is your fault. 22 വർഷമായിട്ട് തമ്മിൽ സംസാരിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു വിഷയം ഞാൻ ഡിസ്കസ് ചെയ്യുണ്ടായി. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. There are situations which had come to me where the husband and wife hasn't spoken to each other for 22 years. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. They live in the same house. ഒന്ന് ആലോചിച്ച് നോക്കി. Just imagine a situation like that. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള പാപങ്ങൾക്ക്. We are allowing this kind of sin to happen amongst us. യേശുവർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാച് വരുന്നത് നമ്മളെ സുഖിപ്പിക്കാനൊന്നുമല്ല. Christ says that Satan comes not to make you feel good. അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും ഒക്കെ. Satan comes to you to kill and to destroy you. ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. The one who drinks this water will thirst again. ജീവിതത്തിൽ ഒരിക്കലും തൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ സഹോദരി സഹോദരന്മാരെ ഇത്തരത്തിലുള്ള പാപ സ്വഭാവത്തിൽ തുടരുന്നവർക്ക് സാധിക്കില്ല. Brothers and sisters, people who live in this kind of sin can never satisfy themselves in their lives. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് വിനയപ്പെടുത്താം. Let us humble ourselves in His presence. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. Let's close our eyes. നമ്മൾ ആ ദൈവസന്നിധിയിൽ നമ്മൾ ആരും എഴുന്നേറ്റൊന്നും നിൽക്കുന്നില്ല, കൈയൊന്നും ഉയർത്തുന്നില്ല. പക്ഷേ let us be in His presence. We are not standing up or raising our hands. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ.
Let us examine ourselves in His presence this evening. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ Any area in my life, ഗുഡ് അല്ലാത്തത് anything which is not good, ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ? am I entertaining anything which is not good in my life? യൗവന മോഹങ്ങളെ പ്രചോദിപ്പിക്കുന്ന Anything which brings youthful lust in me? എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? Am I doing anything which brings out youthful lust? ഇത് നമ്മളെ മുടിക്കും, This will destroy us. നമ്മളെ കൊല്ലും, This will kill us. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. It will destroy our spiritual life. ദൈവസന്നിധിയിൽ ഒന്ന് കീഴ്പ്പെടാൻ മനസ്സുണ്ടോ? Let us humble ourselves in His presence. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം പൗലോസ് പറഞ്ഞത് നമ്മൾ കേൾക്കുകയായിരുന്നു. We just heard the desire, what Paul was conveying about the will of God. മനസ്സ് പുതുക്കാൻ ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Let's transform, renew our mind. ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പറയാം. Let us tell God confidently. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് രഹസ്യമായിട്ട് ഈ സമയം സോറി പറയാൻ ഈ സമയം നിങ്ങൾ എടുക്കുക. Wives, if you have done or said anything against your husband which is not right, this is an opportunity to ask for forgiveness to God. ഭർത്താക്കന്മാരെ, നാം കേട്ട രീതിയിലുള്ള ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ നിങ്ങൾ ആരെങ്കിലും തുടരുന്നെങ്കിൽ ദൈവം ഇന്ന് മാനസാന്തരപ്പെടാൻ ദൈവം നമ്മെ പ്രതീക്ഷിക്കുകയാണ്. And brothers, if there is any sin in you, like what we heard today, this is an opportunity to repent about it in the presence of God. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള പാപങ്ങളിൽ തുടരുന്നുവെങ്കിൽ, Youngsters, if there is any of the secret sin in you and you are continuing in it, ദൈവം പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ ഇതിൽ നിന്ന് മുക്തി നേടുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുക. God desires you to come out of those situations. Yeah. Thank you, brother. And God has spoken to us through him. The Holy Spirit has spoken the powerful words from the scriptures. One of the sins which we have to flee away and which is destroying many lives and many families. And thank you that he spoke to us through our dear brother. Father in heaven, we thank you for your word. Thank you for what you have talked to us and conveyed to us this evening. Many times we admit ourselves that we stray away from your word and get into situations where we don't flee away, and we admit that. We pray that thou give us the ability and the strength to run away from sexual immorality and other sins and to live a life which is pleasing to you and faithful to you. Thank you for your dear servant you brought into our midst this evening. Thank you for his ministry and all the counseling and all the ministry he continues to do in Trivandrum and the area around us. And we are grateful to you and thankful to you. And this evening, as we depart from this place, be with each one of us. Thank you for all what thou hast done for us. The different prayer needs, we mentioned this earlier today. We bring that into your presence. Thank you that you have heard our prayers. And as we depart, be with us, Father. And if it's thy will, and if your coming tarries, allow us to come back tomorrow with a prayerful heart, a heart of worship, so that we can offer something to our Lord who has given his life for us at the cross of Calvary. And be with us as we go home and keep us under thy protection. Till we see again, continue to be with each one of us. We pray in the name of our Lord and Savior, Jesus Christ.